നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ച അലസിപ്പിരിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു മടങ്ങി. എന്തായാലും ഇറാൻ്റെ ഈ തിട്ടൂരം, ഹോർമൂസിൽ ഇറാൻ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട ഈ തിട്ടൂരം, കടുംപിടുത്തം അവസാനിപ്പിക്കണം. ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ശക്തമായ ആക്രമണം തന്നെ ഉണ്ടാകും എന്ന തരത്തിലുള്ളൊരു വാർണിംഗ് കൂടി ഇറാന് ലഭിച്ചിരിക്കുകയാണ്. ഇറാൻ ഏതെങ്കിലും തരത്തിൽ മറ്റ് രാജ്യങ്ങളിലെ കപ്പലുകളെ തടയുവാൻ ഉള്ള ശ്രമം നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാവിക ഉപരോധം ഉണ്ടാകും എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഇറാൻ്റെ എണ്ണക്കപ്പലുകൾ ഏതെങ്കിലും രീതിയിൽ ഇറാനിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ടോർപ്പഡകൾ വരെ റെഡിയാക്കി അമേരിക്ക വച്ചിരിക്കുകയാണ്. കരയുദ്ധത്തിന് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇറാന് ഇനി അണുകിട മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. ഇറാനുമേൽ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ഉണ്ടാകും. ഇറാന് മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഈ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോകാതിരിക്കുന്നത് ഖേദകരമായിട്ടുള്ള കാര്യമെന്ന് തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് അടക്കമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഇനി മുന്നോട്ടുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കും എന്ന് ഇനി മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോഴുള്ള ചർച്ച അലസി പിരിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹോർമൂസിൽ ഇറാന് ഇത്തരത്തിലുള്ളൊരു അധികാരവും ഇല്ല എന്ന ഒമാനും UAEയും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും സംഘടിതമായി തന്നെ ഇറാന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ ആക്രമണം തന്നെയായിരിക്കും ഇനി ഇറാൻ നേരിടേണ്ടി വരിക. അതിന് ഇസ്രായേൽ അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. ഇറാനുമായുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇസ്രായേൽ ഒരുക്കമല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പാകിസ്ഥാനെ പോലുള്ള ഒരു ഭീകരവാദ രാജ്യം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ചർച്ചയുമായി സഹകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞത്. പക്ഷേ പാകിസ്ഥാൻ്റെ ഈ ഒരു മധ്യസ്ഥ ശ്രമത്തിനെ ഇറാൻ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്തു തന്നെ ആയാലും പാകിസ്ഥാനെ അംഗീകരിക്കുവാനായിട്ട് ഇസ്രായേലിന് കഴിയില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഹോർമൂസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന ഇനിയുള്ള രീതിയിലൊരു വ്യാമോഹവും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ച അലസിപ്പിരിയാൻ പ്രധാനമായും കാര്യവും ഇറാൻ തന്നെയാണ്. ഇറാന് യുറേനിയം സമ്പുഷ്ടീകരണം ആവശ്യത്തിന് ഉപരി നടത്തുവാൻ പറ്റില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, അതായത് കൂടുതൽ സെർച്ചുകൾക്ക് UN-ൻ്റെ IN ബോഡിയോട് സഹകരിക്കണം എന്ന് ഇറാനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയും അംഗീകരിക്കുവാനായിട്ട് ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് ഈ ചർച്ച അലസിപ്പിരിയുവാൻ തന്നെ കാരണമായിട്ടുള്ളത്. എന്തായാലും ഇറാൻ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികം വലിയ ശക്തമായൊന്നും ഇനി ഇറാനും അതിജീവിക്കാൻ കഴിയില്ല. കാരണം ഇറാനിൽ ഇപ്പോൾ തന്നെ വലിയ തകർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇറാൻ്റെ എല്ലാ വ്യാപാര കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിക്കഴിഞ്ഞു. ആക്രമണത്തിൽ അവയെല്ലാം തച്ചുടയ്ക്കപ്പെട്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. അതായത് ഇനി എങ്ങനെയാണ് ഇറാൻ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഇറാൻ അന്വേഷിക്കേണ്ടത്. അതായത് സാമ്പത്തികമായിട്ട് അവരുടെ സ്റ്റീൽ ഫാക്ടറികൾ, സിമൻറ്റ് ഫാക്ടറികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, അതോടൊപ്പം തന്നെ ഡ്രോൺ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രികൾ എല്ലാം തന്നെ, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെയും തകർന്നു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇറാൻ വീണ്ടും ഒരു യുദ്ധ വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു എസിമെട്രിക് വാറിന് വളരെ ദുർബലമായിട്ടുള്ള ഇറാൻ വളരെ ശക്തിയുള്ള ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്നവർ തിരിച്ചറിഞ്ഞ ശേഷവും ഈ ആക്രമണത്തിന് അയവ് വരുത്താൻ ഒരുങ്ങുന്നില്ല. ഇനി ഇറാനിലെ ആഭ്യന്തര ഭരണത്തിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ IRGCയും ഒരു ഭാഗത്ത് ഇറാൻ്റെ ഭരണകൂടമുണ്ട്. IRGC ആണ് അവിടെ പ്രബലമായ വിഭാഗം. കാരണം IRGCയുടെ കയ്യിൽ എല്ലാമുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖല IRGCയുടെ കയ്യിലുണ്ട്. വളരെ വലിയ വ്യാപാര കേന്ദ്രങ്ങൾ IRGCയുടെ കയ്യിലുണ്ട്. IRGCയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. മറിച്ച് ഭരണകൂടത്തിൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ മുജ്തബ ഖമനായി IRGCയോടൊപ്പമാണ്. മുജ്തബ ഖമേനിക്ക് ഇനി എഴിച്ചു നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മാനസികമായി IRGCയോടൊപ്പമാണ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ അറിയുന്നത്. IRGC ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഒരു രീതിയിൽ അവിടുത്തെ സാധാരണ ജനതയ്ക്ക് വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. കാരണം മതപരമായി അത്രയേറെ കഠിനമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്ന വിഭാഗമാണ് ഈ IRGC എന്ന് പറയുന്നത്. മറിച്ച് അവിടുത്തെ സാധാരണ ഭരണവിഭാഗം, ഇപ്പോൾ താൽക്കാലിക ഭരണം നടത്തുന്ന ഭരണ സംവിധാനമാണെങ്കിലും വളരെ കോപ്പറേറ്റീവാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവർ മുന്നോട്ട് നീക്കുന്നത്.
മതപരമായ കാര്യത്തിൽ അത്ര വലിയ കടുംപിടുത്തങ്ങളൊന്നുമില്ല. അതോടൊപ്പം തന്നെ IRGCയോട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, മധ്യേഷ്യയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തരുത്, അതിന് ക്ഷമയും ചോദിച്ചിട്ടുണ്ടായിരുന്നു മസൂദ് പെഷഷ്കിയാൻ. എന്നാൽ അതിനൊന്നും തയ്യാറായിട്ടില്ല IRGC വീണ്ടും നിരന്തരമായ ആക്രമണം തന്നെ മധ്യേഷ്യയിലേക്ക് നടത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ വീണ്ടും IRGCയുടെ നേതൃത്വത്തിൽ തന്നെ ഹോർമൂസ് തടയും, ഹോർമൂസ് വിഷയത്തിൽ ഞങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇറാനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ഇനിയും ഇറാന് അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും സാധിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇറാൻ എന്നത് ഒന്ന് ഒതുങ്ങിയില്ല എങ്കിൽ അടിമുടി ഇറാന് സകലതും നഷ്ടമാകും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഈ ഖാർഗ് മേഖലയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവിടുത്തെ എണ്ണക്കിണറുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അവിടെ വലിയ വൈദ്യുത പ്ലാന്റുകളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മുൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഖരാജ് പാലം ഉൾപ്പെടെയുള്ള വലിയ നിർമ്മിതികൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും തകർന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ ഒരു ഞൊണ്ടിക്കാലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതൊക്കെയും സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് തടി ഉരിയാൽ മതി എന്നുള്ളൊരു സാഹചര്യമാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത മിഡ് ടേം ഇലക്ഷൻ വരാൻ പോകുന്നു. ട്രംപിൻ്റെ ആഭ്യന്തരമായി അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് ഒരു രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നില്ല. ഡെമോക്രാറ്റ്സ് ആദ്യം തന്നെ എതിർത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് പോലും എതിർക്കുന്നുണ്ട്. ഡെമോക്രാറ്റ്സിനെ അവരൊരു ശത്രു രാജ്യം പോലെയാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് കണ്ടത് എങ്കിൽ റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ നിന്ന് പോലും ശക്തമായ രീതിയിലുള്ള എതിർപ്പ് തന്നെ വരുന്നുണ്ട്. കാരണം മിഡ് ടേം ഇലക്ഷനിൽ ഇവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവിടുത്തെ പ്രസിഡൻറ്റിന്, അതായത് ട്രംപിന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് റിപ്പബ്ലിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. ലേറ്റ് ഡക്ക് എന്നൊക്കെയാണ് അത് പറയുന്നത്, അതായത് മുടന്തൻ താറാവ് എന്ന തരത്തിൽ, അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങ് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന ഒരു ആൾ എന്ന തരത്തിൽ, ഒരു താറാവ് എന്ന തരത്തിലാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ മിഡ് ടേം ഇലക്ഷൻ പരാജയപ്പെട്ടത് അത് റിപ്പബ്ലിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം തന്നെയായിരിക്കും, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം തന്നെയായിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിജീവിക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വലിയ സഹായമൊക്കെ ലഭിക്കുന്നുണ്ട്. ചൈനയുടെ ഭാഗത്തു നിന്നായാലും റഷ്യയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ വലിയ സഹായം ലഭിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയും അതോടൊപ്പം തന്നെ പല ഖത്തറിലെയൊക്കെയുള്ള ചില മേഖലകളിലേക്ക് അവിടുത്തെ എണ്ണ പൈപ്പ് ലൈനുകളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണങ്ങൾ നടത്തിയത്. അവർ നൽകിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഇറാൻ നടത്തിയത്. ഇനിയും ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും വലിയ ശക്തമായ പിന്തുണയാണ് ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത്. ഈ മധ്യസ്ഥ ശ്രമത്തിലടക്കം വലിയ രീതിയിലുള്ളൊരു പിന്തുണ പാകിസ്ഥാന് കൊടുത്തതും ചൈനയും റഷ്യയും ഒക്കെ തന്നെയാണ്. കാരണം ഷെഹബാസ് ഷെരീഫ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ആദ്യം പാകിസ്ഥാനെ ഒരു രാജ്യവും അടുപ്പിക്കാൻ തയ്യാറായില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നേരെ ചൈനയിലേക്ക് പോയി ചൈന വഴിയാണ് പിന്നെ ഇറാനെ തന്നെ പാകിസ്ഥാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇറാൻ പോലും പാകിസ്ഥാൻ വരുന്നതിന് ഒരു രീതിയിലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് വലിയ ആവശ്യമാണ്. ഒരുപക്ഷെ ഇറാനേക്കാൾ വലിയ ആവശ്യം പാകിസ്ഥാൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പാകിസ്ഥാൻ അടിമുടി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, എണ്ണയുമില്ല ധനവുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നു, ആഭ്യന്തരമായിട്ടുള്ള വലിയ ഭീകരവാദ ഭീഷണി നേരിടുന്നു. 42% ഭീകരവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിൽ വലിയ രീതിയിൽ പാകിസ്ഥാനിൽ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിൽ 42% പാകിസ്ഥാനിൽ 42% ഭീകരവാദത്തിൻ്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാന് ഒരു രീതിയിലും പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം തന്നെയുണ്ട്. അതായത് സർക്കാർ ഓഫീസുകൾ പലതും അടഞ്ഞു കിടക്കുന്നു, വിദ്യാലയങ്ങൾ അപ്പാടെ അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം തന്നെയില്ല. ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് പാകിസ്ഥാനൊന്നും അത്ര സജീവമായ ശക്തമായ രാജ്യമൊന്നുമല്ല. അതോടൊപ്പം തന്നെ സോളാർ പോലുള്ള കൺവെൻഷണൽ അല്ലാത്ത ചില എനർജി രൂപങ്ങൾ പാകിസ്ഥാനിലില്ല, വിൻഡ് എനർജി പാകിസ്ഥാനിലില്ല. പാകിസ്ഥാൻ ആകെ കൂടെ ആശ്രയിക്കുവാൻ പറ്റുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ ഇല്ലാതായതോടുകൂടി LPG പാകിസ്ഥാനിൽ വലിയ ശോഷണം സംഭവിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
പാകിസ്ഥാന് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ പാകിസ്ഥാന് ഒരു കഷ്ടനഷ്ടങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി അമേരിക്കയിൽ നിന്നൊരു തുക ലഭിക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാനാണ് പാകിസ്ഥാൻ ശ്രമം നടത്തിയതെങ്കിലും ഇപ്പോൾ അതൊന്നും ഫലവത്താകാത്ത ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അപ്പാടെ കഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ ചർച്ചകൾ നടക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ഇസ്രായേൽ അതിന് ഒന്നും ഒരുക്കമല്ല എന്ന തരത്തിൽ തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുന്നോട്ടുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെ നടത്തുമെന്ന് അതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ടോർപ്പടകൾ അരങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഹോർമൂസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ മൈനുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ആ മൈനുകൾ തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരും സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്നതാണ്. എന്തായാലും ഇറാന് അടിമുടി തകർച്ചയാണ്. തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് തന്നെയാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.